ഈ കാണുന്ന പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഇപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതേപോലെ ഒരു മെഴുകുതിരി എടുത്തതിന് ശേഷം ഇതേപോലെ കത്തിച്ച് നേരെ നമ്മുടെ നിലത്തൊരു ഭാഗത്ത് ഒട്ടിച്ച് വെക്കും കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്ന ഒരു അടുപ്പാണല്ലോ, അതിനുവേണ്ടി ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു അടുപ്പാണ് ഉണ്ടത്. ഇനി ആ ഒരു അടുപ്പ് എടുത്ത് നമ്മുടെ മെഴുകുതിരിന്റെ മേലിൽ വെച്ചതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ആയിട്ടുള്ള സാധനം ഈ ഒരു വെള്ളം. ഇനി ആ വെള്ളം എടുത്ത് നേരെ നമ്മുടെ അടുപ്പിന്റെ മേലുള്ള ഗ്ലാസ് ഈ കണൽ മുഴുവനായിട്ട് ഒഴിക്കുക. ഇനി ആ മെഴുകുതിരി കത്തിച്ചപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഗ്ലാസ് കത്താത്തത്, അതെന്താണെന്ന് ഞാൻ ഈ ഒരു വീട്ടിന്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇനി എന്തായാലും വെള്ളം നല്ല ചൂടാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇപ്പിന്റെ പാക്കറ്റൊക്കെ അതായത് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളത്ത് മസാലയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇപ്പി എത്ര ഉണ്ടുള്ളൂ അത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നിട്ട് നമ്മുടെ ഇപ്പി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ നമ്മുടെ ഇപ്പി വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കത്തിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളത്ത് വെള്ളം മൊത്തം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ നല്ല രീതിക്ക് പറ്റി. അതുകൊണ്ട് നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് നമ്മുടെ മസാലയാണ്. അങ്ങനെ ആ ഒരു മസാല ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ഇപ്പി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ ഒന്ന് വേകട്ടെ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇപ്പി ഈ കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ആ പാത്രത്തേക്ക് നമ്മുടെ ഇപ്പി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്ലാസിന്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടുപോയി നോക്കി. കുറച്ച് കരിഞ്ഞു, അല്ലാണ്ട് കത്തിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്തായാലും പേപ്പർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി ഇപ്പി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ പറയാൻ മറക്കല്ലേ കേട്ടോ.